കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത ശേഷം ഈ മഹേഷ് പറഞ്ഞത് എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ താൻ എന്റെ മുഴുവൻ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കണ്ട. പറയുന്നത് മാത്രം ചെയ്താ മതി. സൂസൻ എന്താ പറഞ്ഞെന്നൊന്ന് പറയടോ. ഐ ലവ് യു എന്ന്. എന്നെ വിട്. ഇന്ന് ഞാൻ ഇവിടെ എന്താ തല്ലുന്നില്ലേ? എന്താ നിർത്തിക്കളഞ്ഞത്? തല്ല് തല്ലല്ലേ? എന്നെ തല്ലാൻ ഈ വേലക്കാരികളുടെ മുമ്പിൽ വെച്ച് എന്റെ നേരെ കൈ ഓങ്ങിയതിന് അനുഭവിപ്പിക്കുന്നുണ്ട് ഞാൻ. മോളെ, ഇത്തരം സംഭവങ്ങളൊന്നും ഒരു വീട്ടിൽ നടക്കുന്നതല്ല. നിനക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവവും കാണില്ല. ഈ വീട്ടിലെ വിധി ഇങ്ങനെയായി പോയി മോളെ. അതിലുപരി എന്റെ ഞാൻ വന്നില്ലായിരുന്നെങ്കിലും അവള് നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വെറുതെ പേടിപ്പിക്കുന്നതാ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിനക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ നീ എന്തെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത്. നീ ധൈര്യമായിട്ടിരിക്കേ. ഇതിനൊക്കെ പകരം കിട്ടുന്ന ഒരു ദിവസം വരും എന്റെ ഭാര്യയ്ക്ക്. നിന്റെ കണ്ണീര് ഈശ്വരൻ കാണാതിരിക്കില്ല. ഇത് ഫോറൻസിക് റിപ്പോർട്ടിന്റെ കോപ്പിയും ടിന്നിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സിന്റെ റിസൾട്ടും ആണ്. ശിവദാസൻ എന്ന് പറയുന്ന ആളുടെ ഫിംഗർ പ്രിന്റ്സ് ഈ ടിന്നിലെ ഫിംഗർ പ്രിന്റ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഈ ടിന്ന് കൊട്ടാരത്തിൽ കൊണ്ടിട്ടത് ആരാണെന്ന് അറിയണമെങ്കിൽ ടിന്നിലുള്ള ഫിംഗർ പ്രിന്റ്സ് ആരുടേതാണെന്ന് അറിയണം. അതില് മഹിക്ക് ചിലരെയൊക്കെ സംശയമുണ്ടല്ലോ. ആ സംശയമുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരുടെയൊക്കെ ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്യണം. അന്ന് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയ നരിയോ കുറുനരിയോ അയാളുടെയൊക്കെ എടുക്ക്. സൂസൻ പറഞ്ഞ ഈ കാര്യത്തിന് കുറച്ച് സമയം എടുക്കും. കോടതിയിൽ ഈ കാര്യം പറഞ്ഞ് ഒരു സ്പെഷ്യൽ ഹർജി കൊടുക്കാം. അല്ല, അന്ന് സൂസൻ പറഞ്ഞില്ലേ 2 തരം ഫോസ്ഫറസും എന്ന്. അതില് ഇതേതായിരുന്നു? തീ കത്തിക്കാൻ പ്രധാനമായും 2 ഫോസ്ഫറസാ ഉള്ളത്, റെഡും വൈറ്റും. റെഡ് അത്ര അപകടകാരിയല്ല. തീപ്പെട്ടിയിലൊക്കെ വരുന്നതാ റെഡ്. ചൂട് പിടിപ്പിച്ചാലോ കർഷണം ഉണ്ടായാലോ മാത്രമേ തീ കത്തൂ. പക്ഷേ വൈറ്റ് ഫോസ്ഫറസ് അങ്ങനെയല്ല. അത് വെറുതെ വായുവിൽ വെച്ചിരുന്നാലും തനിയെ തീ പിടിക്കും.
റെഡ് ഫോസ്ഫറസിനെ അപേക്ഷിച്ച് വൈറ്റ് ഭയങ്കര അപകടകാരിയാ. പൊട്ടാസ്യം ക്ലോറേറ്റ് പോലുള്ള ഓക്സിഡൈസിംഗ് ഏജന്റുകളുമായി ഫോസ്ഫറസ് കലർന്നാൽ അത് സ്ഫോടനം വരെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാ. കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയത് സെയിം സാധനം എന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ അന്ന് താനെ തീ പടർന്നതല്ല, കരുതിക്കുട്ടി ആരോ ചെയ്ത പ്ലാൻ മർഡറാണ്. അതിന്റെ പിന്നിൽ ആരായാലും നമുക്ക് പുറത്തു കൊണ്ടുവരാം മഹി. നീ ധൈര്യമായിട്ടിരിക്കുക. എന്റെ ബന്ധങ്ങൾ വെച്ച് ഒരു റീ ഇൻവെസ്റ്റിഗേഷന് ഞാനും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താവൂന്ന്. തന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, താൻ എന്താ കോൾ എടുക്കാത്തെ? ഒരു മൂഡ് ഒന്നുമില്ല. ഓഹോ, താൻ തന്റെ മൂഡിനനുസരിച്ചാണോ എന്നോട് സംസാരിക്കുന്നത്? അതെ. ദേ, തമാശ വിട്ടിട്ട് കാര്യം പറ. തന്നെ കാണാതെ ഞാൻ എന്തുമാത്രം ടെൻഷനായെന്നറിയോ? എവിടെയാണെന്നും അറിയില്ല, ഫോണും എടുക്കില്ല. എന്നെ കാണാതാകുമ്പോൾ ടെൻഷൻ ആവാനും തുരുതുര ഫോൺ വിളിച്ചെടുക്കാതാവുമ്പോൾ വെപ്രാളം കാണിക്കാനും ഇതുപോലെ ഗേറ്റിന് മുന്നിൽ വന്ന് കാത്തു നിൽക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. തയ്യാറാണെങ്കിൽ കുട്ടി കയറിക്കോളൂ. കുന്തം. താൻ സൂസനെ കാണാൻ പോയിട്ട് എന്തായി? അതാദ്യം പറ. അതൊക്കെ പറയാം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ മോളെ. വക്കീല് ചുമ്മാ കളിക്കല്ലേ. താൻ പോയ കാര്യം നടന്നോ? പോയ കാര്യം നടത്താതെ ഈ അഡ്വക്കേറ്റ് മഹേഷ് തിരിച്ചു വരുമെന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടോ? കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത ശേഷം ഈ മഹേഷ് പറഞ്ഞത് എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ താൻ എന്റെ മുഴുവൻ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കണ്ട. പറയുന്നത് മാത്രം ചെയ്താ മതി. സൂസൻ എന്താ പറഞ്ഞെന്നൊന്ന് പറയടോ. ഐ ലവ് യു എന്ന്. എന്താ പറയാൻ സൗകര്യമില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ദേ, എനിക്ക് നല്ലോണം ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ചൊറിയുന്നുണ്ടെങ്കിൽ മാന്തിക്കോളൂ കുട്ടി. മാന്താൻ ആളെ വിളിക്കണോ? പോയേ, എനിക്കൊന്നും അറിയണ്ട. ഓ,